പി സി ഒ ഡി എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി പി സി ഒ ഡിയെ പറ്റി പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, പി സി ഒ ഡി ഒരു വലിയ കാര്യമല്ല. എന്തുകൊണ്ട് പി സി ഒ ഡി ഒരു വലിയ കാര്യമല്ല? പി സി ഒ ഡി കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഓവുലേഷന്റെ അപാകതയാണ്. അമിതവണ്ണമുള്ളവർ അത് നിയന്ത്രിച്ചാൽ മെജോറിറ്റി ആൾക്കാരിലും ഓവുലേഷൻ നോർമലാകും. ഇനി അങ്ങനെ നോർമൽ ആയില്ലെങ്കിലോ? വെറും 5 ദിവസത്തെ ഗുളിക കൊണ്ട് 100 പേരിൽ 80 പേരും ഓവുലേറ്റ് ചെയ്യും. അതായത് കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹമുള്ളവരിൽ 100ൽ 80 പേരും. ഇനി പീരീഡ്സ് ക്രമീകരിക്കാൻ മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഓസി പിൽസ് ധാരാളം മതി. രണ്ടാമത്തെ കാര്യം, പി സി ഒ ഡി ഒരു ജനറ്റിക് ഡിസീസാണ്. അത് ഏറിയോ കുറഞ്ഞോ മാറിയോ എന്നറിയാൻ വീണ്ടും വീണ്ടും സ്കാൻ നോക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മൂന്നാമത്തെ കാര്യം, പി സി ഒ ഡി ഒരു ലൈഫ് ലോങ് ഡിസീസാന്ന് പറഞ്ഞു. അപ്പം അതിനെതിരെ ലൈഫ് ലോങ് വിജിൽ വേണം. ഒന്നാമത്തതായി, ഒരു സ്ത്രീക്ക് ഒരു വർഷം മിനിമം 8 പീരീഡ്സ് വരണം. അതായത് 45 ദിവസത്തിൽ ഒരിക്കൽ പീരീഡ്സ് വരുന്നു എന്ന് ഉറപ്പുവരുത്തണം, മരുന്ന് കഴിച്ചോ കഴിക്കാതെയോ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇവ വർഷത്തിലൊരിക്കൽ ചെക്ക് ചെയ്യണം. അമിതവണ്ണം ഉള്ളവർ, അതായത് BMI 25 മുകളിലുള്ളവർ അതിൽ താഴ്ത്തി നിർത്താൻ ലൈഫ് ലോങ് ശ്രമിക്കേണ്ടതാണ്.